ഗൈസ്, നമസ്കാരം. ഇതൊരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കഴിയുമെങ്കിൽ നിങ്ങൾ കുറച്ച് കാണാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ ജീവിക്കുന്നത് 2025-ലാണ്. ആ ഒരു കാര്യം ടൈം ട്രാവൽ ചെയ്ത് നമ്മൾ 1800-കളിലൊക്കെ പോയി ജീവിക്കാത്ത രീതിയിലേക്കുള്ള ഈ ആധുനിക നിലവാരം എന്നുള്ള സംഭവമുണ്ട്. ശരി, അതിലേക്ക് വരാം. നിങ്ങളിപ്പോൾ കാണുന്ന എൻ്റെ പേര് ശരത് പരമേശ്വർ എന്നാണ്. അതിനെ നിങ്ങൾക്ക് ശാരദ പരമേശ്വരി എന്നുള്ളത് കേക്ക് ആണ് ഞാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും കേൾക്കുക? എനിക്ക് 2 ആൺമക്കളുണ്ട്. അവരുടെ ആൺകുട്ടികളുടെ പേര് മീനുക്കുട്ടി എന്നും അമ്മിണിക്കുട്ടി എന്നാണ് അവരുടെ 2 ആൺകുട്ടികളുടെ പേരെങ്കിൽ എന്തായിരിക്കുക ചിന്തിക്കുക. അതുപോലത്തെ ഒരു വൈരുദ്ധ്യം. നമ്മൾ ഈ അമിതമായ ആഹാരമായിക്കോട്ടെ, പണമായിക്കോട്ടെ, മറ്റുള്ള സമൃദ്ധികളായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അതുപോലെ തന്നെയാണ് വിശ്വാസം. അത് അന്ധമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മളെ തന്നെ കൊല്ലും, മുച്ചോടും മുടിക്കും, നമ്മുടെ തലച്ചോറിന് അത് തിന്നും. അത് കൊറോണയെക്കാട്ടിലും മാരകമായ വൈറസാണ്. അത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കാരണവശാലും ഞാൻ എപ്പോഴും പറയുന്നു, സമൂഹത്തിൽ അഭിലഷണീയമല്ലാത്ത, അനുകരിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത, കഴിഞ്ഞ ദിവസങ്ങളിലെ ഫാമിലി വ്ളോഗേഴ്സിനെ കുറിച്ച് പറഞ്ഞതിൽ ഒരു സ്പെഷ്യലായിട്ട് തന്നെ പറയേണ്ടി വരും. ഒരു കാരണവശാലും അനുകരിക്കാൻ പാടില്ലാത്തൊരു ഫാമിലിയാണ് ഞാൻ ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. എൻ്റെ റീസൺ ഇത് വഴിയേ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു നാർസിസിസ്റ്റ് ആയിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ളൊരു മനുഷ്യൻ, സ്വയം പൊങ്ങിത്തരം ഉള്ള ഒരു മനുഷ്യൻ, അയാളുടെ കീഴിൽ ജീവിക്കേണ്ടി വരുന്ന ഭാര്യ, ഒരു തരത്തിലും അവരുടെ ആ ശബ്ദം ഉയർന്നു കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തടത്തോളം അത്രയും അവരെ നിശബ്ദയാക്കി മാറ്റി അയാളുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഒരു കീഴാളനെ പോലെ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ത്രീ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഒരിക്കലും അഭിലഷണീയമായ ഒരു കാര്യമേ അല്ല. പണ്ട് കാലത്തുള്ള ഒരു രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന നമ്മുടെ അസ്തിത്വത്തിന് തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലേക്കുള്ളൊരു കാര്യമാണ്. ഇതിൽ വിമർശനം മാന്യമായിട്ട് തന്നെയായിരിക്കും ഞാൻ പറയുക. പക്ഷേ ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുന്നു, ഒരിക്കലും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമുക്കത് കേട്ട് തന്നെ മനസ്സിലാക്കാം. അവരുടെ കുട്ടി ജനിക്കുന്നു, 2ാമത്തെ കുട്ടി ജനിക്കുന്നു. കുട്ടി ജനിക്കുന്നതിന് മുമ്പേ പേരിടുന്നു. കുട്ടിയുടെ ജെൻഡർ അറിയത്തില്ല. സോ അതുകൊണ്ട് തന്നെ കുട്ടി ജനിച്ചതിന് ശേഷം അവർ തീരുമാനിക്കപ്പെട്ട പേര് തന്നെ ഇടുന്നു. നമുക്കത് കേൾക്കാം. ഞാനിപ്പോൾ പേര് പറയുകയാണ്. നമ്മളുടെ 2ാമത്തെ കുട്ടിയായ ആളുടെ മോളുടെ പേരിപ്പോൾ ഇട്ടിരിക്കുന്നത് ഓം പരമാത്മ. അതാണ് പേര്. എന്താ? ഓം പരമാത്മ. ഓം പരമാത്മ. ഇദ്ദേഹത്തിൻ്റെ പേര് വിജയ് മാധവ് എന്നുള്ളതാണ്. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ പേര് വിജയമ്മ മാധവി എന്നുള്ളതാണ് എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെ അദ്ദേഹത്തിൻ്റെ മോൾ കിട്ടയ്ക്കുന്ന പേര് ഓം പരമാത്മ. നമുക്ക് വിളിക്കുന്ന ശബ്ദം ആ ഒരു ശബ്ദമാണ്. ഇപ്പോൾ പട്ടിക്ക് നമ്മളൊരു പേരിടും. പട്ടിക്ക് നമ്മൾ വിളിക്കുന്ന പേര് കൈസറേ എന്ന് അറിഞ്ഞിട്ടല്ല പട്ടി തിരിച്ചിരിക്കുന്നത്. ആ ഒരു ശബ്ദത്തിൻ്റെ തരംഗങ്ങളിലാണ് വിളിക്കുന്നത്. ഓക്കെ, നമ്മുടെ നാട്ടിലുള്ള ലോകത്ത് എല്ലാവർക്കും പേരിടുന്നതെന്ന് വെച്ചാൽ മറ്റൊരാൾക്ക് വിളിക്കാനാണ്. മറ്റൊരാൾക്ക് ഇപ്പോൾ ഈ കുട്ടി സ്കൂളിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ആ കുട്ടിയെ വിളിക്കുന്ന മറ്റു സഹപാഠികൾ എന്തായിരിക്കും വിളിക്കുക? എന്തുമാത്രം കളിയാക്കലുകൾ ആ കുട്ടി നേരിടുമെന്ന് നമുക്ക് ഇപ്പോഴേ പറയാം. ഹലോ ഓം പരമാത്മ, ഇനി വന്നേ, മോളോടൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞാൽ കുട്ടി വിളിക്കും, ഓം പരമാത്മ നീ ഇപ്പം എന്താ വരാത്തെ? ഓം പരമാത്മ നീ അവിടെ വന്നേ, നീ ഓം പരമാത്മ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത് എന്താണ്? പരമാത്മാവിനുള്ള അകാരണമായ ഒരു സ്നേഹമാണോ ഇതിന് കാരണം? ഞാൻ ഏതാണ്ട് 18 വയസ്സ് മുതൽ ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അതും കോസ്മിക് മെഡിറ്റേഷനാണ് ചെയ്യുന്നത്. അതും നിങ്ങളോടൊരിക്കലും ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. അതെൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. ഞാനിവിടെ ഇത് കാരണം കൊണ്ട് പറയുന്നത് മാത്രം. മെഡിറ്റേറ്റ് ചെയ്യുന്നത് കൊണ്ടോ, യൂണിവേഴ്സൽ പവറിലേക്ക് ട്രസ്റ്റ് ചെയ്യുന്നതുകൊണ്ടോ, അന്ധവിശ്വാസങ്ങളിലേക്ക് അഭിരമിക്കണമെന്നും ഈശ്വര വിശ്വാസത്തിലേക്ക് മുഴുകി വീഴണമെന്നും വേദങ്ങളും പറയുന്നില്ല, ഉപനിഷത്തുകളും പറയുന്നില്ല, മഹത്തുക്കൾ എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥങ്ങളും പറയുന്നില്ല. അതുപോലെ തന്നെ ഇതര മതങ്ങളിലായിക്കോട്ടെ, മറ്റുള്ള കാര്യങ്ങളായിക്കോട്ടെ, വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോട്ടെ. ഏകം സത് വിപ്ര ബഹുധാ വദന്തി എന്നാ പറയുക. അതായത് എല്ലാ വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം പറയുന്നതെന്ന് വെച്ചാൽ ഏകം സത് വിപ്ര ബഹുധാ വദന്തി, എല്ലാം അവനിൽ നിന്ന് വരുന്നു. ജ്ഞാനികൾ അതിനെ പല പേരിൽ പറയുന്നു. ബട്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ഡിവൈനിറ്റി, ഡിവോഷണൽ ആ ഒരു അറ്റയർ എന്നൊക്കെ പറയുന്ന സാധനം, അത് അദ്ദേഹത്തിനെ കാർന്നു തിന്ന് അതിൻ്റെ സീമകൾ ലംഘിച്ച് അയാൾ നമ്മുടെ ലൗകിക ജീവിതം എന്നുള്ളൊരു കാര്യത്തിൻ്റെ അകത്ത് പോലും അത് ആശ്രമ ജീവിതത്തിനെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും അതിനകത്തൊരു ഒരു സ്ത്രീയെ അവരുടെ എതിർ ശബ്ദങ്ങളെയൊക്കെ അടിച്ചമർത്തുന്ന രീതിയിൽ പോലെ വളരെ ശാന്ത സ്വഭാവത്തിൽ സംസാരിക്കുന്നു തോന്നിക്കുകയും എന്നാൽ അയാളുടെ തീരുമാനങ്ങൾ മാത്രം നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു നാർസിസിസ്റ്റ് മെന്റാലിറ്റി ഉള്ള ഒരാളെന്നല്ലാതെ ഒന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ബാക്കി കേൾക്കാം കേട്ടോ. പറ, ഒച്ചത്തിപ്പ് എന്നാലേ കേൾക്കത്തുള്ളൂ. ഓം പരമാത്മ, അത്രേ ഉള്ളൂ. അപ്പം ഓം പരമാത്മ എന്നാണ് ഇപ്പോൾ നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും
ഇഷ്ടപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത് വളരെ ഡിവൈനായിട്ടുള്ള ഒരുപാട് സ്പിരിച്വൽ പവറുകൾ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു പേരാണ്. സ്പിരിച്വൽ പവേഴ്സ്. സ്പിരിച്വാലിറ്റിക്ക് പ്രത്യേകിച്ച് പവറൊന്നുമില്ല, നിങ്ങൾ മനസ്സിലാക്കണം. അത് ഇദ്ദേഹം വേദങ്ങൾ വായിച്ചിട്ടുണ്ടോയെന്നൊന്നും അറിയത്തില്ല. അഗ്നിമേളയെ പുരോഹിതമെന്ന് തുടങ്ങുന്ന ഋഗ്വേദം മുതൽ ഇങ്ങോട്ട്, അതോടൊപ്പം തന്നെ വിവേക ചൂടാമണിയൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും, ശങ്കരാചാര്യരുടെ വിവേക ചൂടാമണിയൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുമായിരുന്നു. സോ അതിനകത്തെങ്ങും ഈ ഒരു സംഭവങ്ങളെയൊന്നും അങ്ങനെ പറയുന്നില്ല, അങ്ങനെ ദ്യോതിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും അല്ല കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ഉള്ളു മനസ്സിലാക്കാതെ അതിൻ്റെ പുറം കണ്ടിട്ട് എന്താ പറയുക, ഏകം ഇത് മാത്രം. അതുപോലെ തന്നെ ഉത്തമ ബ്രഹ്മസദ്ഭാവോ ധ്യാനഭാവസ്തു മധ്യം അധമസ്തോത്ര പൂജസ്യ ബഹിഹി പൂജാതമാതം എന്ന് പറയുന്നുണ്ട്. അതായത് അത് പറയുന്നത് നമ്മുടെ ഭഗവത്ഗീതയിലാണ്. ഉത്തമ ബ്രഹ്മസദ്ഭാവം, ബ്രഹ്മത്തിൽ ലയിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും ഉത്തമമായിട്ട് പറയുകയും മറ്റുള്ള കാര്യങ്ങളെല്ലാം, അഥവാ ക്ഷേത്രാചാരങ്ങളും പൂജയും മറ്റുള്ള കാര്യങ്ങളും ഏറ്റവും അധമമായിട്ട് കാണുന്ന ഒരു സാഹചര്യം അതിനകത്ത് തന്നെ പറയുന്നൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും പരമാത്മാവ് എന്നുള്ളൊരു സാധനം എങ്ങുമില്ലാത്തത്, അതിന് രൂപം പോലും കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തതെന്നാണ് പറയുന്നത്. അതിപ്പം ബൈബിളിനകത്ത് പറയുന്ന എന്താണ് ആ ഒരു ശക്തിയാണെങ്കിലും, ഖുറാനിൽ പറയുന്ന ശക്തിയാണെങ്കിലും, മറ്റ് മതങ്ങളിൽ പറയുന്ന ശക്തിയാണെങ്കിലും, അവർക്ക് വർണ്ണിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത ഒരു മനുഷ്യന്റെ രൂപവുമായിട്ട് സാദൃശ്യപ്പെടുത്താൻ കഴിയാത്ത അദൃശ്യമായ രൂപി എന്നാണ് എൻ്റെ അർത്ഥം. അപ്പം ആ ഒരു സംഭവത്തിന് ഒരു രൂപമുള്ള ഈ ഒരു ഭൂമി ജീവിക്കുന്ന ഒരു കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് ഒരു പേരായിട്ട് ഇടുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ആ അനാദരവ് എന്നുള്ളതിൻ്റെ അപ്പുറം ആ ഒരു സാധനത്തിന് കൊടുക്കുന്നൊരു കീഴ്വഴക്കം എന്താ, സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താ? നിങ്ങളതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനെ ഇത്തരക്കാരെ ഒരിക്കലും ഇത് ചെയ്യരുത്. അവരെ കൂടുതൽ അവരുടെ ഈ ഒരു തരത്തിലുള്ള ഒരു സംഭവം സമൂഹത്തിലേക്ക് എടുത്ത് സ്പ്രെഡ് ചെയ്യാൻ അനുവദിക്കരുത്. ഇത് കണ്ടിട്ട് ഭയങ്കര ഭക്തി മൂത്ത് ഭ്രാന്തായി അതിനുശേഷം സ്വന്തം കുട്ടികൾക്ക് അടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഓം ഹ്രീം കുട്ടിച്ചാത്ത എന്നൊക്കെ പറഞ്ഞിടുന്ന ഒരു പേരിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക. എൻ്റെ കുട്ടിയുടെ പേര് ഓം ഹ്രീം കുട്ടിച്ചാത്ത എന്നാണ്. അത് പിന്നെ വേറൊരാളുടെ പേരോടും ഓം പറശ്ശിനിക്കടവ് ഉത്തരം. ഞാൻ അങ്ങനെ ആരെ കളിയാക്കി പറയുന്നില്ല, ബട്ട് അത് ആലോചിച്ച് നോക്കൂ. നമ്മൾ മനുഷ്യരാണ്, കുറച്ചു കാലം മാത്രം ജീവിക്കേണ്ടവരാണ്. ഈ വളരെ ചെറിയ ജീവിതത്തിൻ്റെ അകത്ത് ആ കുട്ടിയുടെ പേര് കൊണ്ട് ആ കുട്ടി കളിയാക്കപ്പെടുന്നുണ്ട്. നമ്മൾ കേൾക്കാറുണ്ട്, എൻ്റെ പേരുണ്ട് അച്ഛൻ എന്ത് കേട്ടിട്ടാണ് ഇട്ടെന്ന് വെച്ചാൽ ചില പേരുകൾ, ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് അങ്ങനെയുള്ള പേരുകൾ തോന്നിയിട്ടുണ്ടെങ്കിൽ ചില പേരുകൾ ഇപ്പോൾ ചിരി വരുന്ന പേരുകളുണ്ട്, ബട്ട് അവരുടെ അച്ഛനമ്മമാരിട്ടതാണ്. ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ഇദ്ദേഹത്തിന് ഗസറ്റിൽ പേര് മാറ്റിയിട്ട് ഈ പരമാത്മാവിനെയും സംഹാരമൂർത്തിയെയും ചുടല മാടനെയൊക്കെ സ്വന്തം പേരിൽ കൊണ്ടുവരായിരുന്നല്ലോ. എന്തേ അത് ചെയ്തിട്ടില്ല? അപ്പൊ കുഞ്ഞു കുട്ടിയിലേക്ക് മാത്രം അടിച്ചേൽപ്പിക്കുന്ന സംഭവം, അത് ജനിക്കുന്നതിന് മുമ്പേ ജെൻഡർ പോലും നോക്കാത്ത ഇവരുടെ ആദ്യത്തെ കുട്ടിയുടെ പേരാണ് ഏറ്റവും വലിയ രസം, ആത്മജ. ആത്മജ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ എന്താ ചിന്തിക്കുക? ആത്മജ എന്ന് പറയുന്നത് പെൺകുട്ടികളിൽ കേൾക്കുന്ന പേരാണ്. ഓക്കെ, സ്ത്രീലിംഗത്തിൽ വിടുന്ന ആത്മജ എന്നുള്ള സംഭവം, അതിനകത്തൊരു കാരം ഉണ്ടായിരുന്നെങ്കിൽ അതിന് ആൺകുട്ടി എന്ന് പറയാം. പക്ഷെ ആദ്യത്തെ ആൺകുട്ടിയുടെ പേര് ആത്മജ എന്നാണ്. ആ കുട്ടി സ്കൂളിൽ പോകുന്ന സമയത്ത് ആ കുട്ടിയെ ആ ഒരു സ്ത്രീ ശബ്ദത്തിലേക്ക് വിളിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ കേൾക്കുന്ന ശബ്ദത്തിന് പൗരുഷമുണ്ട്, കേൾക്കുന്ന ശബ്ദത്തിന് സ്ത്രൈണതയുണ്ട്. ആ കേൾക്കുന്ന ശബ്ദം ഒരു വ്യക്തിയുടെ ക്യാരക്ടറിനെ നിരൂപിക്കും എന്നുള്ളത് സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു സംഭവം ഒരു പെൺകുട്ടിയിലേക്ക് കേൾക്കേണ്ട പേര് ആൺകുട്ടിക്ക് ഇട്ട് കൊടുത്തിട്ട് ആ കുട്ടിയെ ഇപ്പം മറ്റേ നമ്മുടെ ഈ സിനിമ ഉണ്ടല്ലോ രാധ എന്ന് പറഞ്ഞ് വിളിച്ച്, രാധാകൃഷ്ണൻ എന്നുള്ള ക്യാരക്ടറിനെ രാധ എന്ന് വിളിച്ച് വളർത്തി അമ്മ ഇതൊക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ ചാന്തുപൊട്ട് സിനിമയിൽ കണ്ടതുപോലെ നമ്മുടെ ടോക്സിക് ആയിട്ടുള്ള പാരൻസ് തന്നെ കുട്ടികളെ തന്നെ അവർ മറ്റൊരു തരത്തിലേക്ക് മാറ്റുന്നൊരു പരിപാടി പോലെ. ഈ കുട്ടികൾക്ക് അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. അവരുടെ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളിൽ ഇത് പറയേണ്ടി വന്നതിൽ വളരെ വിഷമമുണ്ട്. പക്ഷേ ഇതൊരിക്കലും ഇപ്പം രാമായണവും ഭഗവത്ഗീതയും മഹാഭാരതവും ഒക്കെ വായിച്ച് അതിൻ്റെ അകത്ത് ഇത് കണ്ടിട്ട് അത് ലൗകിക ജീവിതത്തിൻ്റെ അകത്ത് സ്വന്തം കുട്ടികളിൽ അത് പരീക്ഷണമായിട്ട് നടത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മറ്റേ ഈ ശാസ്ത്രജ്ഞന്മാർ എലികളിലും തവളകളിലും നടത്തുന്ന പാറ്റകൾ നടത്തുന്ന പരീക്ഷണം പോലെ കുട്ടികളെ പരീക്ഷണ വസ്തുക്കളാക്കരുതായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിന് വേണം നിങ്ങൾ അങ്ങനെയുള്ള പേരുകൾ ചേർക്കേണ്ടത്. നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങളുടെ പത്നിക്ക് ഒരു വോയിസ് ഇല്ല. ആ സ്ത്രീ ഇപ്പോൾ യോഗ ക്ലാസ് ഒക്കെ ഞാൻ മനസ്സിലാക്കിയവർക്ക് യോഗ സെൻറ്ററും ക്ലാസ് ഒക്കെ ഉണ്ടത്. യാതൊരു യോഗ ഫിസിക്ക് എന്നുള്ളത് കാര്യം ആ കുട്ടിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുകൂടിയില്ല. ഉണ്ടോ അറിയത്തില്ല, മേ ബി ആ ക്ലാസ് ഒക്കെ ചേർന്നവരുണ്ടെങ്കിൽ പറയൂ. അങ്ങനെ അവർ യോഗ ചെയ്യിപ്പിക്കുന്നു. അതിനകത്ത് വളരെ നല്ലൊരു ഫീ ഒക്കെ അവർ ഈടാക്കിയിട്ടാണ് യോഗ ക്ലാസ് നടത്തുന്നത്. സോ ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഇവർ ഇങ്ങനെ പോകുന്നുണ്ട്. അതിനകത്ത് അവർക്കത് എങ്ങനെ അറിയുന്നില്ല. അവരുടെ ഉള്ളിലുള്ള ഈ സ്പിരിച്വാലിറ്റി എന്നുള്ള സംഭവം തോന്നുന്നത് കുറച്ച് മുമ്പ് അതിന് ബാക്കിയേക്കാം. അപ്പം അതുകൊണ്ട് ആ പേരിലൂടെ ആ പേരിന് എന്തൊക്കെ പവറുകളുണ്ടോ അതിൻ്റെ ഒരു 0.0001% ഗുണം ഈ പേരിട്ടുന്ന അല്ലെങ്കിൽ ആ പേരിട്ട് അറിയപ്പെടുന്ന വ്യക്തിക്ക് കിട്ടിയാൽ തന്നെ ഭയങ്കര ദൈവാധീനമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേരിട്ടത്. യെസ്, അവസാനം നമ്മൾ ഫസ്റ്റ് പ്രഗ്നൻസി അല്ല, സെക്കൻഡ് പ്രഗ്നൻസി. നമ്മുടെ പ്രഗ്നൻസിയുടെ ആ ഒരു കൺഫർമേഷൻ വന്ന അന്ന്
അന്ന് എനിക്കൊന്ന് ദേവി ഇത് മറന്നില്ല. അത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇദ്ദേഹത്തിന്റെ വൈഫ് അദ്ദേഹത്തിനോട് സംസാരിച്ച് അദ്ദേഹം ആണ് ക്യാമറയ്ക്ക് മുന്നിൽ ക്യാമറയിലോട് പറയുന്നത്. അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ക്യാമറയിലോട്ട് പറയാനുള്ള ഒരു തരത്തിലുള്ള ഒരു ഇത് കൊടുക്കുന്നില്ല, സ്വാതന്ത്ര്യം കൊടുക്കുന്നു തോന്നുന്നുണ്ടോ? അദ്ദേഹത്തിനോട് പറയുകയാണ്, അഥവാ എന്നോട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞോളാം, നീ അവിടെ ഇരി എന്ന് പറയുന്ന ആ ഒരു കാര്യം ഒരു സ്ത്രീയോട് അവിടെ ഇരിക്കുകയും ആക്ച്വലി ഞാൻ പറയാം, നമ്മുടെ ലൈഫിൻ്റെ അകത്ത് പങ്കാളിക്ക് മ്യൂച്വൽ റെസ്പെക്റ്റ് കൊടുക്കണം. അത് പുരോഗമനമെന്നോ അല്ലെങ്കിൽ ഈ പുതിയ കാലമെന്നോ ചിന്തിക്കരുത്. അങ്ങനെയുള്ളൊരു പണ്ടും ഉണ്ടായിരുന്നു, പക്ഷെ മറ്റുള്ളതായിരുന്നു കൂടുതൽ, അടിച്ചമർത്തപ്പെടുന്ന സംഭവമായിരുന്നു കൂടുതൽ. ഇന്നും അങ്ങനെ തന്നെ നിലനിൽക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് വേണം. അതിനെ പ്രത്യേകിച്ച് പുരോഗമനം പഠിക്കേണ്ട കാര്യമോ നിങ്ങൾ വലിയ ബുദ്ധിജീവി ആവേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കൂടെ ഉള്ള പങ്കാളിക്ക് അവരുടെ വാക്കുകൾ കേൾക്കണം. നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ അവരും അതിനെ ബഹുമാനിക്കുമെങ്കിൽ അത് ഓക്കെ. അല്ലാതെ ഞാൻ റെസ്പെക്ട്ഫുൾ ആയിട്ട് ഞാൻ കാര്യങ്ങൾ നടത്തുന്ന ഒരാളാണ്, ഞാൻ ഒരു ആണധികാരത്തിൻ്റെ ആളാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ വെച്ചിട്ട് ആ ഒരു പെണ്ണിനെ ഒരു സൈഡിൽ വശത്തിരുത്തിയിട്ട് അവൾ ഭർത്താവിനോട് പറയുന്നു, ഭർത്താവ് സംസാരിക്കുന്നു എന്നുള്ള ആ ഒരു സംഭവം, ആ ഒരു എളിമയോടുകൂടി ആ പെൺകുട്ടി സംസാരിക്കുന്നത് ആ കുട്ടിക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയിട്ടാണ്. അന്ന് ഞാൻ പറഞ്ഞപ്പോൾ താങ്കൾക്ക് അത് ഓർമ്മയില്ല, ഞാൻ പറഞ്ഞ എന്തോ ഓർമ്മയുണ്ട്, പക്ഷേ കറക്റ്റ് അല്ല. ഞാൻ ഇത് നമുക്ക് ഫിക്സ് ചെയ്യണ്ടേ, ഓം പരമാത്മ തന്നെ അല്ലേ എന്ന് ചോദിച്ചപ്പം ദേവിക്ക് ഒരു കൺഫ്യൂഷൻ പോലെ കാണിച്ചു. അപ്പൊ അന്ന് നമ്മൾ ശരിക്കും ഈ കഥയും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ കേട്ടോ, വല്ലാണ്ട് നീണ്ടുപോയി. നമ്മുടെ ഓം പരമാത്മ ബാക്കിൽ കിടന്ന് ചെറുതായിട്ട് ഒച്ച ഉണ്ടാക്കി. ഞങ്ങളുടെ ഓം പരമാത്മ ബാക്കിൽ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്ന കുഞ്ഞിനെ വിളിച്ചതാണ്. ബാവേ ചുച്ചുടു തക്കുടു മുക്കുടു എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന, എനിക്ക് 2 മക്കളുണ്ട് കേട്ടോ, അനശ്വർ അവനീശ്വർ എന്നാണ് പേര്. ആ ഒരു പേര് മോശമാണെന്നോ നല്ലതാണെന്നോ നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളത് പറയാം. മൂത്ത ആളുടെ പേര് അനശ്വർ എന്നാണ്, ഇളയാളുടെ പേര് അവനീശ്വർ എന്നാണ്. ഓക്കെ, അതിനകത്ത് ഒരു അർത്ഥം കൊടുത്തേക്കുന്നത് അർത്ഥത്തിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു പേര് ഒരു പുതുമയായിട്ട് നിലനിൽക്കട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ്. ഞാൻ ആ പേര് എങ്ങും കണ്ടിട്ടില്ല. ബട്ട് ഇവിടെ അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ കുട്ടികൾക്ക് ഞാൻ ഇടുന്ന പേരുകൾ ആവണിയെന്നും അനശ്വരയെന്നും ആയിരുന്നെങ്കിലോ. അല്ല, അതാണ് ഒരുപാട് കഥകൾ ഉണ്ട്. അതിൽ ഈ ഒരു കഥ പറഞ്ഞ് നമ്മളിത് അവസാനിപ്പിക്കാം. പിന്നീട് എന്തെങ്കിലുമൊക്കെ അവസരം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഇത് ദേവിയുടെ അന്ന് രാത്രിയിൽ വൈകുന്നേരം നമ്മൾ ഈ സന്തോഷം ആയ ദിവസമാണല്ലോ, അതുകൊണ്ട് അന്ന് ഞാൻ വൈകുന്നേരം നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി നമ്മൾ താജിൽ കഴിക്കാൻ വേണ്ടി, ട്രിവാൻഡ്രത്തുള്ള താജ് വിവാന്തയിൽ കഴിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അപ്പം ഇത് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ദേവിക്ക് അങ്ങനെ ഒരു ആത്മജയുടെ പേര് പറഞ്ഞപ്പോൾ ഉള്ള ഒരു സുഖം കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോൾ നമ്മൾ കഴിക്കുന്നു. അവിടെ കഴിക്കാൻ വന്ന കൂട്ടത്തിൽ നമ്മുടെ കവടിയാർ കൊട്ടാരത്തിലെ ആദിത്യവർമ്മ തമ്പുരാൻ അവർ ഫാമിലി കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ദേവിക്ക് അതുവരെ പരിചയമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ദേവിയെ പരിചയപ്പെട്ടു. അതിനുശേഷമാണ് നമ്മൾ കവടിയാർ കൊട്ടാരത്തിലൊക്കെ പോയത്. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നതിനിടയിൽ അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ കൈലാസ യാത്ര കഴിഞ്ഞ് വന്ന ഒരു സമയം കണ്ടായിരുന്നു. അപ്പം പുള്ളി അന്ന് സംസാരിച്ച വാക്ക് അവിടുത്തെ ഓം പർവ്വത്തിനെ പറ്റിയാണ്. അവിടെ ശരിക്കും ആ ഓം പർവ്വത്ത് എന്ന് പറഞ്ഞൊരു വാക്ക് പറയേണ്ട ആവശ്യം അദ്ദേഹത്തിന് ഇല്ല. അങ്ങനത്തെ ഒരു ഏരിയയിലാണ് നമുക്ക് ഈ ടോക്ക് വന്നത്. അതായത് ഇദ്ദേഹം പേര് തീരുമാനിച്ചു വെച്ചേക്കുന്നു ആദിത്യവർമ്മ എന്ന് പറയുന്ന, ഇപ്പം രാജഭരണമൊന്നുമല്ല നമുക്കറിയാം, എങ്കിലും ഈ കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു ശേഷിപ്പായിട്ടുള്ള രാജാവായിട്ട് നിൽക്കുന്ന ഒരാൾ. അദ്ദേഹം അവിടെ താജിൽ വെച്ചവർ കാണുകയും ആ സമയത്ത് ഓം പർവ്വത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ പേരിടാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആ ഒരു പേരുമായിട്ട് കണക്ട് ചെയ്തു. അവിടെ നിന്ന് എന്നെ പരമാത്മാവ് വീണ്ടും നിയോഗം കൊണ്ടുവന്ന് എൻ്റെ കുട്ടിക്ക് പേരിടണമെന്ന് പറഞ്ഞതുപോലെയാണ് പറയുന്നത്. ഈ പരമാത്മാവും ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൊറോണ വരുമോ, ഈ പറയുന്ന സുനാമി വരുമോ, ഈ പറയുന്ന മനുഷ്യന്മാർ ഇത്രയും പാവപ്പെട്ട കൊച്ചു കുട്ടികൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കൾ അടക്കം എല്ലാവരും ഈ തെരുവിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്യാൻസർ പോലത്തെ മഹാരോഗങ്ങൾ വരുന്നുണ്ട്, ഇതെല്ലാം വരുന്നുണ്ട്. ഈ ദൈവങ്ങളൊക്കെ എവിടെ? ഞാൻ പറഞ്ഞു, ഞാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സൽ പവറിനെ ട്രസ്റ്റ് ചെയ്യുന്നതിനപ്പുറം യൂണിവേഴ്സൽ പവർ എനിക്ക് ആന തരും, ചേന തരും, ജീവിക്കാനുള്ള സാമ്പത്തികം ഉണ്ടാക്കി തരും, എൻ്റെ കുട്ടികളെ നോക്കും, എൻ്റെ കുടുംബത്തിനെ നോക്കും, എൻ്റെ ജീവിതമെല്ലാം സുലഭിലമാക്കി തരുന്നല്ല. ആ ഒരു ട്രസ്റ്റ് എന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു യൂണിവേഴ്സിനോടുള്ള ട്രസ്റ്റാണ്, യൂണിവേഴ്സിനോട്. അതായത് നമ്മളൊരു ബിഗ് ബാങ് തിയറി അതുപോലുള്ള സാഹചര്യത്തിൽ പൊട്ടിത്തെറിച്ചുണ്ടായ ഒരു സ്റ്റാർ ഡസ്റ്റ് നിങ്ങളും ഞാനും അടങ്ങുന്ന ഈ സമൂഹത്തിലുള്ള ഏറ്റവും നികൃഷ്ടമെന്ന് പറയുന്നത്, ഏറ്റവും നല്ലതെന്ന് പറയുന്നത് എല്ലാം ഉണ്ടായിട്ടുള്ളത് ഒരു സ്റ്റാർ ഡസ്റ്റിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ജീവനുള്ളതും ജീവനില്ലാത്തതെല്ലാം. അങ്ങനെ ചിന്തിക്കുന്നതിനപ്പുറം ഒരു ദൈവവും ഈ ഭൂമിയിൽ ആരെ രക്ഷിക്കാൻ പറ്റത്തില്ല. ഒരു ദൈവത്തിനും അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുള്ള ചരിത്രമോ ഒന്നുമില്ല. മറ്റുള്ളതെല്ലാം മതഗ്രന്ഥങ്ങൾ, വിശ്വാസ പ്രമാണങ്ങളൊക്കെ നല്ലത്, അതൊക്കെ നിങ്ങളുടെ വിശ്വാസത്തിന് ഞാൻ വിട്ടുതരുന്നു. അത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നെങ്കിൽ നല്ലത്. അത് കാരണം മറ്റൊരാൾ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നെങ്കിൽ ഞാൻ അതിനെ എതിർക്കും. അത്രേ ഉള്ളൂ. ഇവിടെയും അത് പറയുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇതൊരു അത്ഭുതമാണ്. കാരണം ഇപ്പോൾ 1 മണിക്കൂർ മുന്നേ ഞാൻ ദേവിയോട്, നമ്മളിപ്പം ബേബിക്ക് ഇടാനുള്ളൊരു പേരിൻ്റെ സജഷൻ പറഞ്ഞത് ഈ ഓം പരമാത്മ എന്നാണ്. അപ്പം അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് അപ്പം തന്നെ ഓം പർവ്വതം ഉണ്ടെന്നും ആ പർവ്വതത്തെ പറ്റി പുള്ളി എൻ്റെ അടുക്കൽ പറയുന്നതും ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഇതെന്തോ കണക്ഷൻ ഉണ്ട്, സോ ഇത് ഫിക്സ് ചെയ്യണമെന്ന് ഉള്ളൊരു ഫീലാണ് എനിക്ക്. നേരത്തെ നമ്മുടെ മഹാദേവിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു ഫീല് കണക്റ്റായി. ഞാൻ അപ്പോൾ ദേവിയോട് പറഞ്ഞപ്പോൾ ദേവിക്ക് അത് ബോധ്യമായി. ഓക്കെ, വർക്കൗട്ടാണ്, കറക്റ്റാണ്. ഇതാണ് നമ്മളിത് ഫൈനലൈസ് ചെയ്തേട്ടോ. ഈ പേര് ഫൈനലൈസ് ചെയ്യുന്നത് അന്ന്
അന്ന് രാത്രിയിൽ അവിടെ താജ് ഡിന്നറിൽ അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു ഓം പർവ്വതം കൂടെ പറഞ്ഞപ്പോഴാണ് നമുക്കിത് കറക്റ്റ് കണക്കായത്. ഓക്കെ, നമ്മൾ ഉദ്ദേശിച്ചതുമായിട്ട് അല്ലെങ്കിൽ പോലും എന്തോ ഒരു കണക്ഷൻ ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് വലിയ കഷ്ടമാണേ ഇത്. ഞാനതാ പറയുന്നത്, ഇത് ഈ നിങ്ങളുടെ സ്പിരിച്വാലിറ്റി ഡിവൈനിറ്റി എന്നൊക്കെയുള്ള സാധനം ശരിക്കും പറഞ്ഞാൽ മതമോ മറ്റേ ഈ ദൈവികമായിട്ടുള്ള സംഭവങ്ങളൊന്നും അല്ല. അത് മറ്റൊരു തലമാണ്. ആ ഒരു തലത്തിനകത്ത് എല്ലാത്തിനെയും നല്ലതായിട്ട് കാണാനും ഒന്നിനെ മോശമായിട്ട് കാണാതിരിക്കുകയും അതോടൊപ്പം തന്നെ ഒന്നിനെ അടിച്ചേൽപ്പിക്കാതിരിക്കുകയും കൂടെ ഉണ്ട്. ഇതിനകത്ത് അടിച്ചേൽപ്പിക്കുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞ ടോക്സിക് ചാനലുകൾ എന്ന് പറയുന്നതിനെക്കാട്ടിൽ അപ്പുറമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തലച്ചോറ് തരുന്നൊരു സാധനമാണിത്. ഇതൊന്നും നിങ്ങൾ എടുത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് എടുത്ത് പകർത്തിക്കളയരുത്. വളരെ മോശമായി പോകും. തീർച്ചയായിട്ടും എല്ലാവരോടും ഒരിക്കൽ കൂടി കേൾക്കത്തില്ല. അതാണ് താങ്കൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ കംപ്ലീറ്റ്ലി 100% ഫിക്സ് ആയപ്പോഴാന്ന് പറഞ്ഞാൽ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഏറ്റവും ചേഞ്ച് അന്ധവിശ്വാസത്തിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന രണ്ടുപേർ. എനിക്കതിൽ കൂടുതലൊന്നും ഇവരെ കുറിച്ച് പറയാനൊന്നുമില്ല. അത് അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്, ഭരണഘടന അനുവദിക്കുന്നതുമാണ്. ഞാൻ അതിൽ ഇടപെടുന്നില്ല. പക്ഷേ നിങ്ങൾ ഇതിന്റെ പുറകെ പോകരുത്. ഇനി ഇവരുടെ കമന്റ് ബോക്സ് നോക്കാം. കമന്റ് ബോക്സിൽ നിന്നുള്ള കമന്റാണ്: ദേവികയെ സമ്മതിക്കണം, ഇത്രയും കഷ്ടപ്പെട്ട ഒരു കുഞ്ഞിനെ കയ്യിൽ കിട്ടുമ്പോൾ അതിന് ഇഷ്ടപ്പെട്ട പേരിടാൻ പോലും കഴിയാത്ത അവസ്ഥ. വിജയ് മാധവന് ഡിസ്ലൈക്ക് ചെയ്തേക്കുകയാണ്. അതിന് 1.8K ലൈക്സ് ആണ്. പിന്നെ എൻ്റെ കെട്ടിയവൻ എൻ്റെ മക്കൾക്ക് ഇതുപോലെ പേരിട്ടാൽ ഞാൻ അങ്ങയുടെ പേര് മാറ്റി ആദ്യം മണകുളാഞ്ചൻ എന്നാക്കുമെന്ന ഒരു കമൻറ്റ് ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്നു. താൻ അറിഞ്ഞുകൊണ്ട് ട്രീറ്റ്മെൻറ്റിന് പോകുന്നതാവും നല്ലത്. പക്കാ നാർസിസ്റ്റാണ് താൻ. ദേവിക പാവമായിട്ട് സഹിക്കുന്നു. മെൻ്റലി ഒരുപാട് പ്രശ്നമുണ്ട് തനിക്കുണ്ട് എന്നൊക്കെ പറയുന്നു. താങ്കളുടെ പേര് ഓം ചെന്താമര എന്നാക്കിക്കൂടെ? ഇനി ട്രെൻഡിങ് നെയിമാണ്. സൂപ്പർ. ചെന്താമര സൈക്കോ. അടുത്ത കുഞ്ഞിനെ ഇപ്പോൾ തന്നെ പേരിട്ട് കണ്ടുവെച്ചോളൂ. ഓം ഹ്രീം കുട്ടിച്ചാത്ത അമ്മ. എന്തുവാടെ ആൾക്കാർ കളിയാക്കുന്ന? എന്തിനാണ് ഇയാൾക്ക് ഈ പേര് ഇത്ര ഇഷ്ടമാണെങ്കിൽ ഗസറ്റിൽ കൊടുത്ത് സ്വന്തം പേര് ആത്മാവെന്ന് പിശാചെന്ന് ആക്കിക്കൂടെ? എന്തിനാ ഒരു പെൺകുട്ടിയെ വെറുതെ സ്കൂളിലും കോളേജിലും ഒക്കെ പരിഹാസമാത്രമാക്കുന്നത്? ആൺകുട്ടിക്കിടേണ്ട പേര് പെൺകുട്ടിക്കിട്ട പേര് ഓം പരമാത്മ. എനിക്കറിയാം ഇവന്റെ പേര് ഭവാനി അമ്മ എന്ന. ഈ കോമഡിയാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്. ക്രെഡിറ്റ്സ് ടു മിന്നാര മൂവി. സത്യ കേരളത്തിൽ ഒരു സീതാദേവി അവാർഡ് ഉണ്ടെങ്കിൽ അതിന്റെ ആദ്യത്തെ അവാർഡ് ദേവിക്ക് കൊടുക്കണം. ഇയാൾ സഹിക്കുന്നതിനാണ്. സത്യമാണ്. ആൾക്കാരുടെ അഭിപ്രായം എല്ലാം കറക്റ്റാണ്. ഇവരുടെ സംസാരത്തിൽ തന്നെ എന്തോ മിസ്റ്റേക്ക് ഉള്ളതുപോലെ. അത് എനിക്ക് മാത്രമാണോ തോന്നിയത്? ദേവിക ഇപ്പോൾ രക്ഷപ്പെട്ടു. അവൻ സൈക്കോ ആണ്. അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഇന്ന് ദേവികയോട് പറയുന്നത് ഇയാളുടെ ക്യാരക്ടർ വ്യക്തമാണ്. തൻ്റെ തീരുമാനം ജീവിത പങ്കാളിയിൽ അടിച്ചേൽപ്പിക്കുന്ന ഇയാളുടെ കൂടെയുള്ള ജീവിതം ദേവിക്ക് സഹിക്കാതെ ആവും. എന്നെ പോലെ ഈ പേര് ഇഷ്ടപ്പെടാത്തവർ ആരെങ്കിലും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പെങ്ങളുടെ ഭർത്താവിൻ്റെ പേര് സോ ഇത് തന്നെയാണ്. സോ ആക്ച്വലി ആള് ഒരു ദൈവിക ഇതൊക്കെ എടുത്ത് അണിയാൻ വേണ്ടി ശ്രമിക്കുകയും എല്ലാം ദൈവം നടപ്പിലാക്കുന്നു, അതുപോലെ തന്നെ എല്ലാം ഈശ്വരന്റെ നിശ്ചയമാണ് എന്നൊക്കെ പറയുന്നത് പോലെ തൻ്റെ പരീക്ഷണ വസ്തുക്കളായിട്ട് മാറ്റുകയാണ്. ഇയാളുടെ കണ്ണിൽ കൂടെ എല്ലാം കാണുന്നത് സാത്വികമായിട്ടായിരിക്കും. 3 ഗുണങ്ങളുണ്ട്. ത്രിഗുണങ്ങളെന്ന് പറയും. ഓക്കെ, അതൊക്കെ പറച്ചിലാണ്, നിങ്ങൾ എടുക്കണ്ട. അതായത് രജോ ഗുണം, തമോ ഗുണം, സ്വത്വ ഗുണം എന്ന് പറയും. ആ രജസ്, തമസ്, സ്വത്വം. ആ സാത്വികനായി കഴിഞ്ഞ വ്യക്തിക്ക് സ്വത്വ ഗുണത്തിലേക്ക് വരും. ആ സ്വത്വ ഗുണത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാക്കുന്നത് നല്ല ഗുണമെന്നാണ് പറയുന്നത്. അതിൽ രജോ ഗുണം എന്ന് പറഞ്ഞാൽ കറുത്ത തമസ്, അതിനെക്കാട്ടിലും ഓക്കെ അങ്ങനെയൊക്കെയുള്ള ഇതാണ്. അപ്പൊ ഈ വ്യക്തി ഇതിൽ ഏതിൽ നിൽക്കുന്നു എന്ന് പുള്ളി ചിന്തിക്കുന്ന ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ നിൽക്കുന്നു സ്വയം ചിന്തിക്കുന്ന ഒരാളാണ്. നാർസിസിസ്റ്റ് ആണ് പക്ക. ആ ചിന്തയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ വ്യക്തി ആർക്ക് തിരുത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇയാൾ ആർക്കും തിരുത്താൻ കഴിയത്തില്ല. സീരിയസ്ലി തിരുത്താൻ കഴിയത്തില്ല. അതുപോലെ തന്നെ ഇവരുടെയൊക്കെ ഇപ്പൊ ഈ ചാനൽ കാണുന്ന ആൾക്കാരുടെ മുമ്പിലേക്ക് ഇവർക്ക് ദൈവിക പുരുഷന്മാരെ പോലെയും ഏതോ ഒരു മുനി വന്ന് സംസാരിക്കുന്നത് പോലെയൊക്കെ തോന്നിയേക്കാം. ഇതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഭക്തി പുരസ്കാരം വൈകുന്നേരം 6 മണിക്ക് ശാമ്പറാടി തിരികെ കത്തിച്ചു ഇവരുടെ ചാനലും കണ്ടേക്കാം. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം, ഇത് ഒരു കാരണവശാലും ഈ കാലഘട്ടത്തിന് യോജിക്കുന്ന ഒരു കാര്യമല്ല. ഇത് അന്ധവിശ്വാസത്തിന്റെ മൂർധന്യാവസ്ഥയിൽ ഒരു തരവും പിച്ചുമ്പയും പറയുന്നത് പോലത്തെ ഒരു കാര്യമാണ്. ഇതിനെ ഒരിക്കലും അനുകരിക്കരുത്. ഓക്കെ, ഇതൊന്നും അല്ല മെഡിറ്റേഷൻ, ഇതൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ ഈ ആധ്യാത്മിക സംഭവത്തിന്റെ ഒരു സാരാംശം കണ്ടെത്തുക, മറ്റു ആത്മസാക്ഷാത്കാരം നടത്തുക, അതൊന്നും ഇതല്ല. ഓക്കെ, സോ എന്തായിരുന്നാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്താണ് ആ കുട്ടിയുടെ പേരിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? അടുത്ത വീഡിയോ കാണുന്നത് ഗൈസ്. ബൈ. കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും.